Hello friends, today we are going to discuss the topic Surface Act 2002 ആണ്. ഇത് JABയുടെ പേപ്പർ 3 LRBയിലെ മോഡ്യൂൾ സിയിൽ വരുന്നൊരു ടോപ്പിക്കാണ്. മോഡ്യൂൾ സി ഫുള്ളായിട്ട് സർഫേസ് ആക്ട്, ഡെപ്റ്റ് റിക്കവറി ട്രിബ്യൂണൽ, DRT, DRAT ഇങ്ങനെയുള്ള ഫുൾ റിക്കവറി ഉള്ള കാര്യങ്ങളാണ് മോഡ്യൂൾ സി വരുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ആൻഡ് മോർ ഓവർ കുറേ ക്വസ്റ്റ്യൻസും ഈ ഒരു മോഡ്യൂൾ സിയിൽ നിന്ന് ചോദിക്കാറുണ്ട്. സോ അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് സർഫേസി ആക്ട് 2002. ഇതിൻ്റെ ഫുൾ ഫോമാണ് ഈ കൊടുത്തിരിക്കുന്നത്. ദ സെക്യൂരിറ്റൈസേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്സ് ആൻഡ് എൻഫോഴ്സ്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് ആക്ട് 2002. ഇതിൽ സെക്യൂരിറ്റൈസേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്, എൻഫോഴ്സ്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ്, ഈ മൂന്ന് കാര്യങ്ങളാണ് സർഫേസി ആക്റ്റിൽ നമ്മൾ മെത്തേഡ് ഓഫ് റിക്കവറി ആയിട്ട് യൂസ് ചെയ്യുന്നത്. അത് തന്നെയാണ് ഇതിൻ്റെ ഫുൾ ഫോമും സർഫേസി ആക്ട് 2002 എന്നുള്ളത്. അപ്പം നമുക്ക് നോക്കാം. ഇത് സർഫേസി ആക്ട് ശരിക്കും ഫുള്ളായിട്ട് പറയണമെങ്കിൽ കുറച്ചധികം സമയം എടുക്കും. അതുകൊണ്ട് ഞാനിത് വീഡിയോ എന്തായാലും ഞാനത് ഡിവൈഡ് ചെയ്യാണ്. പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് എന്തായാലും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ സർഫേസി ആക്ട് എന്താണെന്നും അതിൻ്റെ പ്രോസസ്സ്, അതിനൊരു വേണ്ടി ഞാൻ ഫ്ലോ ചാർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഫ്ലോ ചാർട്ട് ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം. എന്താണ് സർഫേസി ആക്ട് എന്നുള്ള ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ദെൻ വൈ ഈ സർഫേസി ആക്ടിൻ്റെ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷനും കൂടി, ഒരു ഹിസ്റ്ററി, എങ്ങനെയാണ് സർഫേസി ആക്ട് 2002 വന്നതെന്നുള്ളതും കൂടി ഇത് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് സർഫേസി ആക്ട് 2002 എന്ന്. ദെൻ വൈ സർഫേസി ആക്ട് 2002. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ സർഫേസി ആക്ട് 2002 ആണ്, വളരെ റീസെൻ്റ് ആണ്. 2002 ആക്ടാണത്. അപ്പോൾ അതിന് മുന്നേ എന്തായിരുന്നു? അപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രോസസ്സ് നമുക്ക് നോക്കാം. സാധാരണ കസ്റ്റമേഴ്സ് എന്ത് ചെയ്യും? നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കും അല്ലേ? ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുമ്പോൾ മേ ബി അത് പല പ്രോപ്പർട്ടീസും, ഒന്നില്ലെങ്കിൽ റെസിഡൻഷ്യൽ ആവാം, അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ആവാം, അല്ലെങ്കിൽ കാറാവാം, അങ്ങനെയുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ബിസിനസ്സിന് വേണ്ടിയിട്ടോ റെസിഡൻഷ്യൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടോ പല കാര്യത്തിനും ലോൺ എടുത്തിട്ട് അതിന് കൊളാറ്ററലായിട്ട് അതിനൊരു സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന എന്തായിരിക്കും? അവരുടെ കയ്യിലുള്ള ഇമ്മൂവബിളും മൂവബിളായ കുറേ പ്രോപ്പർട്ടീസൊക്കെ ആയിരിക്കും നമ്മൾ അതിന് കൊളാറ്ററലായിട്ട് വെക്കുന്നത്. അപ്പോൾ വൺസ് ഈ റീപേയ്മെൻറ്റ് കണ്ടിന്യൂസ് ആയിട്ട് നടന്നു കഴിഞ്ഞു, അത് കംപ്ലീറ്റ് ആയെങ്കിൽ ദാറ്റ് വിൽ ഗോ ടു ഇൻ ദ ഹാൻഡ്സ് ഓഫ് കസ്റ്റമർ ഇറ്റ് സെൽഫ്. അത് തിരിച്ച് അവരെ കസ്റ്റമറുടെ കയ്യിലേക്ക് പോകും. ബട്ട് ഇൻ കേസ് സപ്പോസ് ചില സമയങ്ങളിൽ എന്ത് സംഭവിക്കാറുണ്ട്? ഈ റീപേയ്മെൻറ്റ്, എന്തെങ്കിലും ഫിനാൻഷ്യൽ സ്ട്രഗിൾ വരുമ്പോൾ റീപേയ്മെൻറ്റ് കറക്റ്റ് ആവാണ്ടാവും, ആ അക്കൗണ്ട് NP ആവും. അങ്ങനെ വരുമ്പോഴത്തേനും എന്തായാലും ബാങ്കിന് അതിൻ്റെതായ റെമഡീസ് എടുക്കണം അല്ലേ? അങ്ങനെയുള്ള കുറേ, കാരണം ബാങ്ക് ഈസ് ഗിവിങ് 2 പേർക്കോ 3 പേർക്കോ അല്ല, പലർക്കും ലോൺ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു മേജർ പോർഷൻ ഇതുപോലെ NP ആയി കഴിഞ്ഞാൽ ബാങ്ക് ഹാവ് ടു സർവൈവ്. അത് നമ്മുടെ ബാങ്ക് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ എക്കോണമിയുടെ ഒരു സ്റ്റെബിലിറ്റിയും കൂടി ഒരു റെപ്രസെൻറ്റ് ചെയ്യുന്ന അതാണ് ബാങ്ക് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ എക്കോണമിക് സ്റ്റെബിലിറ്റി കറക്റ്റ് ചെയ്യാനുള്ള ഒരു ആക്റ്റായിട്ടാണ് സർഫേസ് ആക്ട് 2002 കൊണ്ടുവന്നത്. അപ്പോൾ അതിന് മുന്നേ എന്ന് വെച്ചാൽ സർഫേസ് ആക്ടിന് മുന്നേ ചെയ്തുകൊണ്ടിരുന്നത്, എന്തെങ്കിലും റീപേയ്മെൻറ്റിൽ ഡിഫോൾട്ട് വന്നു, റീപേയ്മെൻറ്റ് കറക്റ്റ് അല്ലാണ്ടായി, പർട്ടിക്കുലർ അക്കൗണ്ട് NP ആയി, നോൺ പെർഫോമിംഗ് അസറ്റായി മാറിക്കഴിഞ്ഞാൽ അത് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് സിവിൽ കോർട്ടിനെ അപ്രോച്ച് ചെയ്യുമായിരുന്നു. സിവിൽ കോർട്ട്, പിന്നെ ഡെപ്റ്റ് റിക്കവറി ട്രിബ്യൂണൽ, അതാണ് DRT. അതിൻ്റെ ഒരു അപ്പലേറ്റ് അതോറിറ്റിയാണ് ഡെപ്റ്റ് റിക്കവറി അപ്പലേറ്റ് ട്രിബ്യൂണൽ, അതാണ് DRAT. അപ്പോൾ ഈ ഇങ്ങനെയുള്ള ഇതാണ് ഇത് സർഫേസി ആക്ട് ഇതിന് മുന്നേ അപ്രോച്ച് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ സിവിൽ കോർട്ടിലൊക്കെ നമുക്കറിയാം, സാധാരണ ഒരു കേസ് പോയി ബോറോവറുടെ അടുത്തു നിന്നുള്ള, അതായത് കസ്റ്റമറുടെ അടുത്തു നിന്നുള്ള ഒരു അവരുടെ എക്സ്പ്ലനേഷനും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഇറ്റ് വിൽ ടേക്ക് മിനിമം ഓഫ് 5 to 6 years എടുക്കും. അപ്പോൾ അത് ബാങ്കിനെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ലാക്സ് ആൻഡ് ലോക്സിൻ്റെ ലോൺ ആയിരിക്കും മിക്കവാറും ഉണ്ടാവുക. ഒരു 10 to 20 lakhs എന്നൊക്കെ പറഞ്ഞാൽ ഒരു 2 to 3 years കൊണ്ട് അതിന് ഡിഫറൻസ് ഭയങ്കരമായിട്ട് മാറും. അപ്പോൾ അത് ബാങ്കിനെ സംബന്ധിച്ചും വളരെ ബുദ്ധിമുട്ടാണ്. കസ്റ്റമറെ സംബന്ധിച്ചും അത് ശരിക്കും പറഞ്ഞാൽ അവർക്ക് അതിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പായി മാറുന്നില്ല. കാരണം അതിൻ്റെ ഒരു ഫൈനലൈസേഷൻ വരുമ്പോൾ 5 to 6 years എടുക്കുന്നു. അപ്പോൾ പിന്നെ കുറേ ലൂപ്പ് ഹോൾസും ബോറോവർക്ക് വേണ്ടിയിട്ടുള്ള കുറേ ലൂപ്പ് ഹോൾസും ഈ സിവിൽ കോർട്ടിലെ കുറേ റൂൾസിലും ഉണ്ട്. അപ്പോൾ ഇതെല്ലാത്തിൻ്റെയും ഒരു സെക്കൻഡ് സ്റ്റെപ്പായിട്ടാണ് സർഫേസി ആക്ട് 2002 കൊണ്ടുവന്നത്. ഈ ഒരു ആക്ടിനെന്ന് വെച്ചാൽ വിത്തൗട്ട് ദി ഇൻ്റർവെൻഷൻ ഓഫ് ദ കോർട്ടിൻ്റെ ഇൻ്റർവെൻഷൻ ഇല്ലാതെ തന്നെ ഇതിലേക്ക് സർഫേസി ആക്ടിലേക്ക് നേരെ മൂവ് ചെയ്യും. പർട്ടിക്കുലർ പ്രോപ്പർട്ടി റിക്കവർ ചെയ്ത് അത് സെല്ല് ചെയ്ത് ആ ലോൺ കംപ്ലീറ്റ് ചെയ്യാനുള്ള പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും സർഫേസി ആക്ടിൽ. അപ്പോൾ ഇതാണ് വൈ സർഫേസി ആക്ട് കെയിം ഇൻ ടു ദ ഫോഴ്സ് ഇൻ ദ സെൻസ് പറയാൻ കാരണം. സിവിൽ കോർട്ടും ഇങ്ങനെയുള്ള പല ഇതിൻ്റെയും സമയം
കൂടുതലാവുന്നതിൻ്റെ അങ്ങനെ പല ലൂപ്പ് ഹോൾസിൻ്റെ എല്ലാം പരിമിതികൾ കൊണ്ട് കൊണ്ടുവന്ന ഒരു ആക്റ്റാണ് സർഫേസി ആക്ട് 2002. അപ്പം നമുക്കിതിൻ്റെ ഫ്ലോ ചാർട്ട് നോക്കാം, ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിന് മുന്നേ ഒന്ന് കാര്യങ്ങൾ പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞിരുന്നു 3 മെത്തേഡ്സ് ഓഫ് റിക്കവറി ഇതിലുള്ളത്. സെക്യൂരിറ്റൈസേഷനാണ്, അസറ്റ് റീകൺസ്ട്രക്ഷൻ, എൻഫോഴ്സ്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റി വിത്ത് ദ ഇൻവെൻഷൻ ഓഫ് കോർട്ട്. ഈ 3 കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, ഇതെന്താ ഓരോ കാര്യങ്ങളും. എന്നാലും ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ ഞാനിപ്പോൾ പറഞ്ഞു വെക്കാം. സെക്യൂരിറ്റൈസേഷനിൽ നമ്മൾ റിക്കവർ ചെയ്യുന്ന പ്രോപ്പർട്ടീസ് നമ്മൾ അത് ഈവൻ വേറെ സെക്യൂരിറ്റീസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻഡ് അസറ്റ് റീകൺസ്ട്രക്ഷനിൽ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ സപ്പോസ് കൊമേഴ്ഷ്യൽ എന്തെങ്കിലും പ്രോപ്പർട്ടിയാണ് നമ്മളത് റിക്കവർ ചെയ്തെങ്കിൽ, നമ്മളല്ലെങ്കിൽ അറ്റാച്ച് ചെയ്തെങ്കിൽ, അത് നമ്മൾ പിന്നെയും പ്രോപ്പർ മാനേജ്മെൻറ്റ് കൊടുത്തിട്ട് അത് പ്രോഫിറ്റബിൾ ആക്കാനുള്ള ഒരു ആ പർട്ടിക്കുലർ അസറ്റ് റീകൺസ്ട്രക്ട് ചെയ്യും. അതായത് ആ പർട്ടിക്കുലർ ലോൺ റീകൺസ്ട്രക്ട് ചെയ്യുന്ന അവിടെ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്നുള്ള പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിട്ട് ആ ലോൺ കവർ ചെയ്യാൻ നോക്കും. ദെൻ എൻഫോഴ്സ്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റി, അതായത് വരുന്നതെന്ന് വെച്ചാൽ കോർട്ടിൻ്റെ ഇൻ്റർവെൻഷൻ ഇല്ലാണ്ട് തന്നെ ആ പർട്ടിക്കുലർ പ്രോപ്പർട്ടി നമുക്കത് എൻഫോഴ്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെല്ലാനും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാനും എന്തിൻ്റെയാണ്? RBI ആണ് ഇതിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ എല്ലാ മെക്കാനിസം നോക്കുന്നത് RBI തന്നെയാണ്. അപ്പോൾ സർഫേസി ആക്ട് കാരണം പല കമ്പനീസും അസറ്റ് സെക്യൂരിറ്റൈസേഷൻ കമ്പനീസ് ഫോം ആയിട്ടുണ്ട്. ASCs എന്നാണ് പറയുന്നത്. അസറ്റ് സെക്യൂരിറ്റൈസേഷൻ കമ്പനീസ് ഫോം ആയിട്ടുണ്ട്. ദെൻ റീകൺസ്ട്രക്ഷൻ കമ്പനീസ് ഉണ്ടായിട്ടുണ്ട്. കാരണം ആ റീകൺസ്ട്രക്ട് ചെയ്യാൻ നമ്മൾ വളരെ തേർഡ് പാർട്ടീനെ നമ്മൾ ഏൽപ്പിക്കുകയാണ്. അതാണ് അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനീസ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പലതും ഫോമായി. ഇതെല്ലാം റൂൾ ചെയ്യുന്നതും ഇതെല്ലാം അബൈഡ് ബൈ ദ RBI റൂൾസ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്ലോ ചാർട്ടിലേക്ക് പോവാം. സോ അപ്പോൾ ഇതാണ് സർഫേസി ആക്ട് 2002 എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ്. ഫസ്റ്റിൽ പറയുന്നത് ലയബിലിറ്റി അണ്ടർ എഗ്രിമെൻറ്റ്. അപ്പോൾ പർട്ടിക്കുലർ ഒരു കസ്റ്റമർ എന്താണ് ലോൺ എടുത്തിട്ടുണ്ട്, അതിന് മോർഗേജ് ആയിട്ട് അതിന് കൊളാട്ടറലായിട്ട് ഒരു സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ലയബിലിറ്റി അണ്ടർ എഗ്രിമെൻറ്റ്. ഒരു എഗ്രിമെൻറ്റ് ഫോം ആക്കിയിട്ടുണ്ട്, മേ ബി അവിടെ ഒരു കൊളാട്ടറൽ എന്തായാലും ഫോം ആയിട്ടുണ്ടാവും. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഇവിടെ നോക്കാനുണ്ട് നമുക്ക്. ആപ്ലിക്കബിൾ ഓൺലി വെൻ, ഇങ്ങനെ ഈ സർഫേസ് ആക്ടിലെ ഫ്ലോ ചാർട്ടിൽ, അതായത് സർഫേസ് ആക്ട് ഇനീഷ്യേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അതായത് എന്തൊക്കെയാണ് ആ കണ്ടീഷൻസ് നോക്കാം. അതാണ് ഈ കൊടുത്തിരിക്കുന്നത്. 3 കണ്ടീഷൻസ് ആണ് സർഫേസ് ആക്ട് ഇനിഷ്യേറ്റ് ചെയ്യണമെങ്കിൽ വേണ്ടത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. NPA ലോൺ വിത്ത് ഔട്ട്സ്റ്റാൻഡിങ് എബോവ് 1 lakh ഉണ്ടായിരിക്കണം. 1 lakhന് താഴെയുള്ളതാണെങ്കിൽ നമുക്ക് സർഫേസ് ആക്ട് ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. മിനിമം 1 lakh എങ്കിലും ഉണ്ടായിരിക്കണം. Then amount is less than 20% of the principal and interest are not eligible. അതായത് ലെസ് ദാൻ 20% ഈസ് നോട്ട് എലിജിബിൾ എന്നാണ് പറയുന്നത്. സപ്പോസ് ഒരു പെർട്ടിക്കുലർ ലോൺ 1 crore ആണ്, അതിൻ്റെ പ്രിൻസിപ്പൽ ഇൻട്രസ്റ്റ് എല്ലാം കൂടി കൂടി ചേർന്നിട്ട് ഒരു 1 crore ആയെന്ന് വെച്ചോളൂ. 1 crore അതിൻ്റെ 20% എങ്കിലും ഔട്ട്സ്റ്റാൻഡിങ്, അതായത് 20 lakhs എങ്കിലും ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ നമ്മൾ സർഫേസി ആക്ടിൻ്റെ പ്രൊസീജിയറിലോട്ട് പോകാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ പോകാൻ പാടില്ല. അതായത് നോട്ട് ആപ്ലിക്കബിൾ, സർഫേസി ആക്ട് ആപ്ലിക്കബിൾ അല്ല. സപ്പോസ് ആ ഒരു അക്കൗണ്ടിൽ ഇപ്പോൾ ഒരു 1 crore അക്കൗണ്ടിൽ ലയബിലിറ്റി ഉള്ളത് ഒരു 3 lakhs ആണെന്ന് വെച്ചു, അത് 20% പോലും ആവുന്നില്ല അല്ലേ. അപ്പോൾ നമുക്ക് സർഫേസി ആക്ട് ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ദെൻ NPA ഷുഡ് ബി ബാക്ക്ഡ് ബൈ സെക്യൂരിറ്റീസ് ചാർജ് ടു ഹൈപ്പോത്തിക്കേഷൻ, മോർഗേജ് ആൻഡ് അസൈൻമെൻറ്റ്. അതായത് ഈ പർട്ടിക്കുലർ ലോൺസ് എല്ലാനും ഞാൻ പറഞ്ഞു കൊളാറ്ററൽ ഉണ്ടായിരിക്കണം. കൊളാറ്ററൽ ഏതൊക്കെ രീതിയിലായിരിക്കണം? ഐദർ ഹൈപ്പോത്തിക്കേഷൻ ആയിരിക്കണം, അല്ലെങ്കിൽ മോർഗേജ് ആയിരിക്കണം, അല്ലെങ്കിൽ അസൈൻമെൻറ്റ് ആയിരിക്കണം. ഇങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിലുള്ളതായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് സർഫേസി ആക്ട് ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പലതരത്തിലുള്ള നമ്മൾ കേട്ടിട്ടുണ്ട് പ്ലെഡ്ജ്, ലീസ്, ഇവ കാര്യങ്ങളൊന്നും സർഫേസി ആക്ടിൻ്റെ പരിധിയിൽ വരുന്നതല്ല. അപ്പോൾ ഹൈപ്പോത്തിക്കേഷനോ മോർഗേജോ അസൈൻമെൻറ്റോ ഇങ്ങനെയുള്ളത് കാര്യങ്ങളും ഇങ്ങനെയുള്ള കൊളാറ്ററൽ സെക്യൂരിറ്റീസ് ബാക്ക്ഡ് ബൈ ഉള്ള NPAs മാത്രമേ നമുക്ക് സർഫേസി ആക്ടിൻ്റെ പ്രൊസീജിയറിൽ കൊണ്ടുവന്ന് നമുക്ക് റിക്കവർ ചെയ്യാനുള്ള റൂളുള്ളൂ. അപ്പോൾ ഈ 3 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജസ്റ്റ് മേക്ക് ഷുവർ ദാറ്റ് ഇത് എക്സാം പോയിന്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് ഓർത്ത് വയ്ക്കുക. സോ അപ്പോൾ നമ്മൾ ഒരു പർട്ടിക്കുലർ കസ്റ്റമർ ഈ കണ്ടീഷൻസ് എല്ലാം ഫുൾഫിൽമെൻറ്റ് ചെയ്യുന്നുണ്ടോ? 1 lakhന് എബോ ഉണ്ട്, 20% എബോ NPA ആണ്, മോർഗേജ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഉണ്ട്, ഹൈപ്പോത്തിക്കേഷൻ അസൈൻമെൻ്റ് ആണ് ഇവർ ചെയ്തിരിക്കുന്നതെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ലയബിലിറ്റി അണ്ടർ എഗ്രിമെൻറ്റ് നമ്മൾ ചെയ്തു. ദെൻ എന്ത് പറ്റി? അയാൾ പേയ്മെൻ്റ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു, പക്ഷേ സം ടൈംസ് അത് പേയ്മെൻറ്റ് ഡിഫോൾട്ടഡ് ആയി, ആ അക്കൗണ്ട് NPA ആയി മാറി അല്ലേ. ഡിക്ലെയർഡ് ആസ് NPA ബൈ സെക്യൂർഡ് ക്രെഡിറ്റർ. അതെന്ത് പറ്റി? NPA ആയി മാറി. അത് സെക്യൂർഡ് ബൈ ഇനി ഹൈപ്പോത്തിക്കേറ്ററോ അല്ലെങ്കിൽ മോർഗേജറോ പ്രകാരം അത് സെക്യൂർഡ് ആണ് പ്രോപ്പർട്ടി, ഒരു പർട്ടിക്കുലർ ലോൺ. അപ്പോൾ അത് NPA എന്നാണ് ഡിക്ലെയർ ചെയ്തു. NPA ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് നമ്മുടെ സർഫേസി ആക്ട് 2002 പ്രൊസീജിയർ സ്റ്റാർട്ടായി വന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഓതറൈസ്ഡ് ഓഫീസറെ അപ്പോയിൻറ്റ് ചെയ്യും.
അപ്പോൾ നമുക്ക് നോക്കാം, ഇവിടെയാണ് ഓതറൈസ്ഡ് ഓഫീസർ അതിന് വേണ്ടി അപ്പോയിൻറ്റ് ചെയ്യും. ഈ ഓതറൈസ്ഡ് ഓഫീസർ ഇറ്റ് ഷുഡ് ബി അതിന് കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. അതായത് അത് അറ്റ്ലീസ്റ്റ് നോട്ട് ലെസ് ദാൻ ദ ചീഫ് മാനേജർ ഓഫ് എ പബ്ലിക് സെക്ടർ ബാങ്ക് ഓർ ഇക്വലൻ്റ് ആയിരിക്കണം. അതായത് മിനിമം ഒരു ചീഫ് മാനേജറെങ്കിലും ആയിരിക്കണം ഓതറൈസ്ഡ് ഓഫീസറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യേണ്ടത്. കാരണം ഇനിയുള്ള കാര്യങ്ങളെല്ലാം പ്രൊസീജിയറെല്ലാം ഓതറൈസ്ഡ് ഓഫീസറിൻ്റെ ബിഹാഫിലായിരിക്കും നടക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഓതറൈസ്ഡ് ഓഫീസർ അപ്പോയിൻറ്റ് ചെയ്തു, അതിനുശേഷം എന്ത് ചെയ്യും, കസ്റ്റമർ അക്കൗണ്ട് NP ആയി. അപ്പോൾ അയാൾക്കൊരു ഡിമാൻഡ് നോട്ടീസ് പുറപ്പെടുവിക്കും ഫോർ ഡിസ്ചാർജ് ഓഫ് ലയബിലിറ്റി. അതിന് വിത്തിൻ 60 days. ഇവിടെയാണ് നമ്മുടെ സർഫേസ് ആക്ടിന് ഇമ്പോർട്ടൻസ് വരുന്നത്. ടൈം ലിമിറ്റ് വളരെ സ്പെസിഫൈഡ് ആണ്. 60 ദിവസം എന്ന് പറഞ്ഞാൽ 60 ദിവസത്തിനുള്ളിൽ ഒരു ഡിമാൻഡ് നോട്ടീസ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കും. ഡിമാൻഡ് നോട്ടീസ് പ്രൊഡ്യൂസ് ചെയ്തത് ഹാവ് ടു റീച്ച് ടു ദ കസ്റ്റമർ ആയിക്കോട്ടെ, ആ ലോണിൽ ഗ്യാരണ്ടർ ഉണ്ടെങ്കിൽ ഗ്യാരണ്ടർ, കോപ്ലിക്കൻ്റ് ആ പർട്ടിക്കുലർ പേഴ്സൺസിൻ്റെ എല്ലാവരുടെയും കയ്യിൽ ആ ഡിമാൻഡ് നോട്ടീസ് വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. അതിനൊരു ഒരു പർട്ടിക്കുലർ ഫോർമാറ്റും പ്രൊസീജിയറും കാര്യങ്ങളെല്ലാം ഉണ്ട്. ആ സ്റ്റിപ്പുലേറ്റഡ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെച്ചിട്ടുള്ള എല്ലാ ഡിമാൻഡ് നോട്ടീസ് പ്രിപ്പയർ ചെയ്തിട്ട് അത് ആ കസ്റ്റമറുടെയും ഗ്യാരണ്ടറും കയ്യിൽ എത്തിക്കുക എന്നുള്ളത് ഒരു രജിസ്റ്റേർഡ് പോസ്റ്റായിട്ട് തന്നെ അയച്ചിരിക്കണം. അത് റിസീവ് ചെയ്തതിൻ്റെ നമുക്കതിൻ്റെ ബാക്കപ്പ് ഫയൽ ചെയ്യണം. അങ്ങനെയുള്ള പല പ്രൊസീജിയർ അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ആ ഡിമാൻഡ് നോട്ടീസ് അയക്കലാണ് അടുത്ത സ്റ്റെപ്പ്. അതും വിത്തിൻ 60 daysനുള്ളിൽ. ദെൻ നെക്സ്റ്റ്, അപ്പോൾ അത് കസ്റ്റമർക്ക് എത്തിക്കഴിഞ്ഞു. ഇനി കസ്റ്റമർക്ക് അതെന്ത് ചെയ്യാം, ഒന്നില്ലെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അത് റിജക്റ്റ് ചെയ്യാം. എന്തെങ്കിലും റിജക്ഷൻ ദ സെൻസിനോ റിസീവ് ചെയ്ത ശേഷം എന്തെങ്കിലും അതിൽ നമുക്ക് ലീഗൽ കാര്യങ്ങളിലൂടെ നമുക്ക് അതിന് ജസ്റ്റിഫിക്കേഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്കതിന് തിരിച്ച് മറുപടി എഴുതാം, അല്ലേ? സോ അപ്പോൾ അതാണ് അടുത്തത്. ഒന്നില്ലെങ്കിൽ അത് ഒബ്ജക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ദർ ഈസ് നോ ഒബ്ജക്ഷൻ. അപ്പോൾ ഈ ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ബോറോവർ സബ്മിറ്റ് എ റെപ്രസെൻറ്റേഷൻ ടു സെക്യൂർഡ് ക്രെഡിറ്റർ വിത്തിൻ 60 days. അപ്പോൾ അതിന് കിട്ടിയ ശേഷം വിത്തിൻ 60 daysനുള്ളിൽ എന്ത് വേണം, ആ ബോറോവർക്ക് ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ റെപ്രസെൻറ്റേഷൻ ആർക്ക് തിരിച്ച് ആരെ ഏൽപ്പിക്കും, ഓതറൈസ്ഡ് ഓഫീസർ അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ സെക്യൂർഡ് ക്രെഡിറ്ററിനെ തിരിച്ച് റെപ്രസെൻറ്റ് ചെയ്തിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ദർ ഈസ് നോ ഒബ്ജക്ഷൻ, ആളെ സംബന്ധിച്ചൊരു ലീഗലി ഒന്നും പറയാനില്ല, ആളുടെ ഡീഫോൾട്ടാണ്, പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും, ടേക്ക് പൊസഷൻ ഓഫ് സെക്യൂർഡ് അസറ്റ്. ഇവിടം വെച്ച് തീർന്നു. ഒരു കോർട്ടിൻ്റെ ഇൻ്റർവെൻഷൻ ആവശ്യമില്ല, ഒന്നും ആവശ്യമില്ല. ആ പൊസഷൻ ഓഫ് സെക്യൂർഡ് അസറ്റ് ആര് നടത്തുകയാണ്, ഓൺ ബിഹാഫ് ഓഫ് ഓതറൈസ്ഡ് ഓഫീസറിൻ്റെ ബിഹാഫിൽ നമ്മളതിൻ്റെ പൊസഷൻ എടുക്കും. ഞാൻ പറഞ്ഞിരുന്നു മോർഗേജിലും ഹൈപ്പോത്തിക്കേഷനിലൊക്കെ നമുക്ക് ഓണർഷിപ്പ് മാത്രമേ നമുക്ക് ബാങ്കിൻ്റെ പേരിലേക്ക് കിട്ടുന്നുള്ളൂ. പക്ഷേ പൊസഷൻ സ്റ്റിൽ വിത്ത് കസ്റ്റമർ ആയിരിക്കും. പക്ഷേ ഇപ്പോൾ വരുമ്പോൾ നമ്മുടെ സർഫേസ് ആക്ട് ഇനിഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പൊസഷനും കൂടി നമ്മൾ എന്ത് ചെയ്ത് അറ്റാച്ച് ചെയ്ത് എടുക്കും. നമ്മുടെ പർട്ടിക്കുലർ ആ പ്രോപ്പർട്ടി പൊസഷൻ ബാങ്ക് എടുക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു റെപ്രസെൻറ്റേഷൻ അയാൾ ഇപ്പോൾ സപ്പോസ് ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ റെപ്രസെൻറ്റേഷൻ കൊടുത്തു എന്ന് പറഞ്ഞു. റെപ്രസെൻറ്റേഷൻ 60 ദിവസത്തിനുള്ളിൽ കൊടുത്തു. ബട്ട് അത് ആക്സെപ്റ്റബിൾ ആണ്, അത് ലീഗലി വാലിഡ് ആണ്, ആ റെപ്രസെൻറ്റേഷൻ അതിലേക്ക് മൂവ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യും. അതർവൈസ് ഇപ്പോൾ അത് ലീഗലി വാലിഡും അല്ല, നമുക്കത് അതിന് യാതൊരു മറുപടി കൊടുക്കേണ്ട കാര്യമില്ലെങ്കിൽ അത് റിജക്റ്റ് ചെയ്യുക. വിത്ത് റിട്ടേൺ റീസൺ വെച്ച് റിജക്റ്റ് ചെയ്ത ശേഷം 15 ദിവസത്തിനുള്ള റിജക്ഷൻ നോട്ടീസ് കൂടി ഇയാൾക്ക് എത്തിച്ചേരും. ആൻഡ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, പൊസഷൻ ഓഫ് സെക്യൂർഡ് അസറ്റ്. അപ്പോൾ ഇതിൽ സർഫേസ് ആക്ടിൽ വളരെ ക്ലിയർ ആയിട്ട് ഈസി ആയിട്ട് യാതൊരു എതിർവാക്ക് വാക്കിന് മറുവാക്കില്ലാത്ത രീതിയിൽ നമുക്ക് ബാങ്കിനെ സംബന്ധിച്ച് പ്രോപ്പർട്ടി അക്വയർ ചെയ്യാൻ വളരെ പെട്ടെന്ന് തന്നെ പൊസഷൻ എടുക്കാനും അതിൻ്റെ ഫോർമാലിറ്റീസിലോട്ട് മൂവ് ചെയ്യാൻ പറ്റും. ദെൻ പൊസഷൻ എടുത്തതിന് ശേഷം ഇൻ കേസ് അതിനുശേഷം ആണ് ആൾക്ക് ഇനിയും സ്റ്റിൽ പൊസഷൻ എടുത്തു അതിനുശേഷം ആൾക്ക് എന്തെങ്കിലും അപ്പീൽ കൊടുക്കാനുണ്ടോ, അല്ലെങ്കിൽ അതിനുശേഷം ഒരു അഗ്രീവ്ഡ് നോട്ടീസ് കൊടുക്കാനുണ്ടെങ്കിൽ ഈ ക്യാൻ അപ്രോച്ച് DRT, ഡെപ്റ്റ് റിക്കവറി ട്രിബ്യൂണലിനെ അപ്രോച്ച് ചെയ്യാം. വിത്തിൻ 45 ഡേയ്സിനുള്ളിൽ അപ്രോച്ച് ചെയ്യാവുന്നതാണ്. ഇൻ കേസ് സ്റ്റിൽ ഇത് സെയിം ഡിസിഷൻ തന്നെയാണ് DRT എടുക്കുന്നതെങ്കിൽ കസ്റ്റമർക്ക് പിന്നെയും ബോറോവർക്ക് വേണമെങ്കിൽ പിന്നെയും DRATനെ അപ്രോച്ച് ചെയ്യാം. വിത്തിൻ 30 ഡേയ്സിനുള്ളിൽ അതിൻ്റെ DRTയുടെ ഒരു അപ്പലേറ്റ് അതോറിറ്റിയാണ് DRAT, ഡെപ്റ്റ് റിക്കവറി അപ്പലേറ്റ് ട്രിബ്യൂണൽ എന്നാണ് അതിൻ്റെ പേര്. അതിനെ വിത്തിൻ 30 ഡേയ്സിൽ അപ്രോച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഈ സർഫേസ് ആക്ട് 2002ൻ്റെ പ്രോസസ്സ്. നമ്മൾ കസ്റ്റമറെ സംബന്ധിച്ചിട്ട് അക്കൗണ്ട് NP ആണെങ്കിൽ, ആ പർട്ടിക്കുലർ ലോൺ NP ആണെങ്കിൽ വളരെ ഈസി ആയിട്ട് വിത്തിൻ എ ടൈം ലിമിറ്റിനുള്ളിൽ അതിൻ്റെ പൊസഷൻ എടുത്ത് ബാക്കിയുള്ള സെക്യൂരിറ്റൈസേഷനും അസറ്റ് റീകൺസ്ട്രക്ഷനും അങ്ങനെയുള്ള പല കമ്പനീസിൻ്റെ രീതിയിലോട്ട് പോയി ആ ബാഡ് ഡെപ്റ്റ്സ് മൂവ് ചെയ്ത് അത് ക്ലിയർ ആക്കുക എന്നുള്ള അതാണ് സർഫേസ് ആക്ട് 2002 ചെയ്യുന്നത്.
അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് ആസ് എ ഹോൾ നമുക്ക് നോക്കാം. ഇറ്റ് പ്രൊവൈഡ്സ് എ ലീഗൽ ഫ്രെയിംവർക്ക് ഫോർ സെക്യൂരിറ്റൈസേഷൻ ആക്ടിവിറ്റീസ് ഇൻ ഇന്ത്യ. അതായത് നമ്മളുടെ സെക്യൂരിറ്റൈസേഷൻ നാം പറഞ്ഞു, ഇനി ഈ വൺസ് പൊസഷൻ എടുത്തു കഴിഞ്ഞാൽ അത് ഐദർ സെക്യൂരിറ്റൈസേഷൻ കമ്പനീസ് അതിനെ ഒന്നില്ലെങ്കിൽ ഡിബെഞ്ചേഴ്സോ ബോൺസോ അങ്ങനെയുള്ള സെക്യൂരിറ്റീസായിട്ട് കൺവേർട്ട് ചെയ്ത് സെല്ല് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെയുള്ള ലീഗൽ ഫ്രെയിംവർക്സിന് സർഫേസി ആക്ട് 2002 വഴിയൊരുക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഗീവ്സ് എ പ്രൊസീജിയർ ഫോർ ദ ട്രാൻസ്ഫർ ഓഫ് NPAs ടു അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനീസ്. ട്രാൻസ്ഫർ ഓഫ് NPA എന്നുള്ള സ്റ്റാറ്റസ് മാറ്റിയിട്ട് റീകൺസ്ട്രക്ഷൻ കമ്പനീസ് ആക്കി മാറ്റുന്നുണ്ട്. അതായത് ഞാൻ പറഞ്ഞു അത് പിന്നെയും ആ പർട്ടിക്കുലർ ലോൺ റീകൺസ്ട്രക്ട് ചെയ്യും. അത് നമുക്ക് പുതിയൊരു മാനേജർ വെച്ച് പുതിയൊരു ആൾക്കാരെ അപ്പോയിൻറ്റ് ചെയ്ത് ആ ബിസിനസ് റൺ ചെയ്ത് പുതിയ ആ ലോൺ റീകൺസ്ട്രക്ട് ചെയ്യാനും ഈ സർഫേസി ആക്ട് 2002 പറ്റുന്നുണ്ട്. ആക്ട് എൻഫോഴ്സ് ദ സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് വിത്തൗട്ട് ദ കോർട്ട് ഇൻ്റർവെൻഷൻ. കോർട്ടിൻ്റെ ഇൻ്റർവെൻഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ അത് എൻഫോഴ്സ് ചെയ്യാൻ പറ്റും. നമുക്കത് അതായത് അറ്റാച്ച്മെൻറ്റ് നമുക്ക് പുറപ്പെടുവിക്കാൻ പറ്റും. ഇറ്റ് ഗീവ്സ് ദ പവർ ടു ബാങ്ക് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ടേക്ക് ഓവർ ദ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ദാറ്റ് ഈസ് ഹൈപ്പോത്തിക്കേറ്റഡ് ചാർജ് ടു എൻഫോഴ്സ് ദ റിക്കവറി ഓഫ് ഡെപ്റ്റ്. നമുക്ക് തന്നിരിക്കുന്ന ഹൈപ്പോത്തിക്കേറ്റഡായ പ്രോപ്പർട്ടി റിക്കവർ ചെയ്യാനുള്ളൊരു വളരെ ഈസിയായ ഒരു മാർഗ്ഗമാണ് സർഫേസി ആക്ട് 2002 എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ മേജർ ഒബ്ജക്റ്റീവ്. Then it allows banks and other financial institutions to auction residential or commercial properties to recover loan. ഈ സർഫേസി ആക്ട് 2002 നമ്മൾ ടേക്ക് ഓവർ ചെയ്ത ഈ റെസിഡൻഷ്യൽ ആയിക്കോട്ടെ കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടീസ് എല്ലാനും റിക്കവർ ചെയ്യുന്നതിനാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇറ്റ് എനേബിൾ ബാങ്ക് ടു റെഡ്യൂസ് ദെയർ നോൺ പെർഫോമിംഗ് അസറ്റ്. NPA എന്നുള്ള സ്ട്രക്ചർ അവർക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അത് പ്രോഫിറ്റബിൾ ആക്കി മാറ്റുകയോ അല്ലെങ്കിൽ അത് കൺവേർട്ട് ചെയ്ത് ഡിബെഞ്ചറോ സെക്യൂരിറ്റീസ് ആക്കി മാറ്റാനോ പറ്റും ഇതിന്. Upon loan default, bank seize the securities except the agricultural land. പിന്നെ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് അഗ്രികൾച്ചറൽ ലാൻഡ്. അഗ്രികൾച്ചറൽ ലാൻഡ് സാധാരണ സർഫേസി ആക്ട് ഇനിഷ്യേറ്റ് ചെയ്യാൻ പാടില്ല. ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിന്റാണ്. സർഫേസി ആക്ടിൽ അഗ്രികൾച്ചറൽ ലാൻഡ് സർഫേസി ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റില്ല. അഗ്രികൾച്ചറൽ ലാണ് ഉദ്ദേശിക്കുന്നത് ദർ കീപ്പ് ഓൺ എന്താണ് അവിടെ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് ആണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ മാത്രം നമുക്കത് ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൊരു കോർട്ടിൻ്റെ ഒരു ഇൻ്റർവെൻഷൻ ഉണ്ട്. അപ്പോൾ അത് മാറ്റി വെച്ചിട്ട് അഗ്രികൾച്ചർ ലാൻഡ് അല്ലെങ്കിൽ നമുക്ക് കോർട്ടിൻ്റെ ഇൻ്റർവെൻഷൻ ഒന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറ്റാച്ച് ചെയ്യാൻ പറ്റും. ഇറ്റ് എഫക്റ്റീവ് ഓൺലി ഫോർ സെക്യൂർഡ് ലോൺ where the bank can enforce underlying securities. That means hypothecation, mortgage, assignment. ഞാൻ പറഞ്ഞു ഈ 3 കാര്യങ്ങളിൽ മാത്രമേ നമുക്ക് സർഫേസി ആക്ട് ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പ്ലെഡ്ജ്, ലീസ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും നമുക്കിത് സർഫേസി ആക്ട് ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറയാനുള്ളത്. വീഡിയോ ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.